ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നലത്തെ വീഡിയോയാണ്. ഇന്നലെ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്ലോഡ് ആക്കാനായിട്ട് പറ്റിയില്ല. ഒരുപാട് സമയം അങ്ങ് താമസിച്ചു പോയി. ഒരു 3 മണി കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും താമസിച്ചു, ഇന്നലെ വീഡിയോ ഇട്ടാലും അതങ്ങോട്ട് കൂടുതൽ ആളുകളിലേക്ക്, അതായത് നമ്മൾ സ്ഥിരം കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്താൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇന്നിടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. രാവിലെ ഞാൻ കൊച്ചിനെ ഒരുക്കിയിട്ട് സ്കൂളിലോട്ടാക്കിയിട്ട് വന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ഏകദേശം കുറച്ച് ഞാൻ പിടിച്ചിട്ടുണ്ട്. കുരങ്ങിനെയൊക്കെ കണ്ടില്ലേ? കുരങ്ങിൻ്റെ ശല്യം ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് കേട്ടോ. കുരങ്ങിപ്പോൾ വരാറുണ്ട്. ചക്കയും മാങ്ങയൊക്കെ ഉള്ള സീസൺ ആയതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. ഇപ്പോൾ കൂടുതലായിട്ട് കുരങ്ങ് വരാറുണ്ട്. മുന്നേ ഇവിടെ ആദ്യമൊക്കെ ഒരു 5-6 വർഷം മുന്നേയൊക്കെ നല്ല ശല്യമുള്ള ഏരിയ ആയിരുന്നു കേട്ടോ കുരങ്ങിനെ കൊണ്ട് ഇവിടെയൊക്കെ. പിന്നെ ആയപ്പോഴത്തേക്കും ഇവിടെ അങ്ങ് കുറഞ്ഞു. അത് പിന്നെ അങ്ങ് പുറത്തോട്ടായി കേട്ടോ. അതായത് റോഡ് അരികിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവരെല്ലാം പരാതി പറച്ചിലായിരുന്നു കേട്ടോ. കുരങ്ങ് വന്നിട്ട് നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എന്തായാലും വീണ്ടും നമ്മുടെ ഏരിയയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ചക്കയും മാങ്ങയൊക്കെ ഉള്ള സീസൺ ആകുമ്പോഴാണ് കൂടുതലായിട്ടും എഴുത്തുങ്ങൾ ഇറങ്ങി വരുന്നത്. അതായിരിക്കാം കാരണം. പക്ഷേ അധിക നേരം ഇവിടെ അങ്ങ് വന്ന് നിൽക്കത്തൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് പൊക്കോളും. വലിയ ശല്യമൊന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ എന്താ, കുരങ്ങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിനെ ഓടിക്കാനായിട്ട് പല പല കലാപരിപാടികളാണ് കേട്ടോ ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു. ഞാൻ കൊച്ചിനെ ആക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. കുറച്ച് വെള്ളമൊക്കെ, ചൂടുവെള്ളം, ചൂടുവെള്ളത്തിന് ഇട്ടതല്ല, നമ്മൾ അരി അടുപ്പിലേക്ക് ഇടാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ വെള്ളം തിളച്ച് കിടന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെള്ളം ചൂടുവെള്ളം ഫ്ലാസ്കിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചോറിൽ വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്തു. പിന്നെ ദേ വന്നിട്ട് 2 മുട്ട കഴുകിയിട്ട് ആ ചോറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം കൊച്ചിന് മുട്ട പൊരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുഴുങ്ങി കൊടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മുട്ട അങ്ങ് പുഴുങ്ങാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറ് വേവുന്നതിൻ്റെ കൂട്ടത്തിൽ മുട്ടയും കൂടെ പുഴുങ്ങി കിട്ടുമല്ലോ. കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ദേ വന്നിട്ട് ദേ കുറച്ച് കപ്പയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് ബറാത്ത് രാവാണ്, നാളെ ബറാത്ത് നോമ്പാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. നനച്ചുള്ളി പരിപാടിയൊക്കെ ഞാനും ചെറുതായിട്ട് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. വേറൊന്നും ചെയ്തിട്ടില്ല. അത് വഴിയേ നിങ്ങൾക്ക് കാണാം. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വെള്ളം നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള വെള്ളമൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. വെള്ളമില്ലാതെ നമുക്കൊരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ലൈൻ പൈപ്പിൽ വെള്ളം ഒരു 2 ദിവസത്തിന് വെച്ചിട്ട് വരും. അന്നത്തെ ദിവസം നമുക്കതങ്ങ് തുടങ്ങിയേക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ നമുക്ക് പണി തരുന്നത് അടുക്കളയിൽ നിന്നായിരിക്കും. കാരണം അടുക്കളയാണ് ഏറ്റവും മെയിൻ എനിക്ക് പ്രശ്നമായിട്ട് വരുന്നത്. എല്ലാ വർഷവും അടുക്കള നമുക്ക് അടുപ്പ് വിറകടുപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ നിറയെ പുകയറ കയറി മറിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കുന്നോളം പാത്രങ്ങളിൽ മൊത്തവും നമ്മുടെ പാത്രങ്ങളിലെല്ലാം കരി പിടിച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കള കഴുകുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ പണി കഴിയും. അപ്പോൾ ഇത് ഞാൻ കറിക്ക് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ കറിക്ക് വേണ്ടി വങ്കടയായിരുന്നു. ഞാനത് കറിക്ക് കലക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തു. കപ്പ വെട്ടി ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ട്. വന്നിട്ട് കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയത് കണ്ടില്ലേ, അത് മീൻ കറിക്ക് വേണ്ടിയിട്ടായിരുന്നേ. പിന്നെ അതേ കുറച്ച് നമ്മുടെ ഭരണി ഉണ്ടല്ലോ, നമ്മുടെ ഉപ്പ്, അതുപോലെ പുളി, പിന്നെ ഈ ഒരു വലിയ ഭരണി ഉണ്ടല്ലോ, ഇതിനകത്ത് മുമ്പ് ഉമ്മച്ചിയാണെങ്കിലും മാങ്ങയൊക്കെ അച്ചാറിട്ടും അതുപോലെ ഉപ്പിലിടുന്ന മാങ്ങ ഉണ്ടല്ലോ, നമ്മളെ കണ്ണിമാങ്ങ കുഞ്ഞിലേ പറിച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെക്കത്തില്ലേ, കുറേ നാൾ ഉപ്പിട്ട് വെക്കത്തില്ലേ, അതൊക്കെ ഈ ഭരണിക്കകത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഭരണിയിൽ ഞാൻ ചെയ്യുന്നത് കുറച്ച് എടുത്ത മാവ് അതുപോലെ ഒന്ന് റബ്ബറിട്ട് കെട്ടി അങ്ങനെയൊക്കെയുള്ള ബാക്കി വരുന്ന സാധനങ്ങൾ പൊടികളൊക്കെ ഞാൻ ഇതിനകത്ത് കുത്തി നിറച്ചങ്ങ് വെക്കുക ചെയ്യാറ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് പുറമേ ഒന്ന് കഴുകിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അകം കഴുകാൻ എന്ന് പറഞ്ഞാൽ ഇത് മിക്കപ്പോഴും ഞാൻ കഴുകുന്നു. ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ ഈ ഭരണി കഴുകൽ എൻ്റെ ഒരു ജോലിയാണ്. കാരണം പുക കയറി മറയുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൗന്ദര്യം അങ്ങ് നഷ്ടപ്പെടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കരി പിടിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചല്ല, ഒരാഴ്ചയ്ക്ക് ഒരു ദിവസം വെച്ചിട്ട് ഞാനിതൊക്കെ ഒന്ന് കഴുകി വെക്കാറുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ നമുക്കൊന്ന് പുറമേ തുടച്ചെടുത്താലും മതിയല്ലോ. ഇതുപോലെ അങ്ങനെ കഴുകി അങ്ങ് വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ.
ഭരണിയല്ലേ, നല്ല വെയിറ്റുള്ള സാധനമാണ്, നമുക്ക് തുടച്ചാലൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് കഴുകിയെടുക്കും. കൂടെ ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പം നനച്ചുകുളി ഇതിലങ്ങ് സ്റ്റാർട്ട് ചെയ്ത്, അതാണ് ഞാൻ പറഞ്ഞത് ചെറുതായിട്ടൊന്നും തുടങ്ങി എന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നനച്ചുകുളിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് കഴുകാനായിട്ട് നിന്നത്. ഞാനിപ്പം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. കാരണം ഇതിൻ്റെ അകത്ത് കൂടെ അങ്ങ് കരി പിടിക്കാറുണ്ട് കേട്ടോ. മുൻപാന്നേലും ഉമ്മച്ചി ഉപ്പാന്നേലും പുളിയാന്നേലും പ്ലാസ്റ്റിക് ഡപ്പയ്ക്കകത്താട്ടോ ഇട്ട് വെക്കുന്നത്, പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത്. പിന്നെ ആരോ പറഞ്ഞറിഞ്ഞാന്ന് തോന്നുന്നു പ്ലാസ്റ്റിക്കിൽ ഉപ്പും പുളിയൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞറിഞ്ഞിട്ടാണ് ഉമ്മ ഈ ഭരണി മേടിച്ചത്. ഉമ്മയുടെ ജീവനായിരുന്നു ഈ ഭരണി. കാരണം ഇതിന് 4 മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം പൊട്ടിപ്പോയി, നാശമായിപ്പോയി. ബാക്കി ഏതോ ഒരു റമദാന് ഞാൻ വൃത്തിയാക്കാൻ എടുത്ത സമയത്ത് അതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയി. അതായത് ഉപ്പിട്ട് വെക്കുന്ന ഭരണിയുടെ അടപ്പ് പൊട്ടിപ്പോയി കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും ഇതുവരെയും ഇല്ല. അപ്പോൾ ഞാൻ ആദ്യം മറ്റേ നമ്മളെ വലിയ ഭരണിയും അതിൻ്റെ അടപ്പും അങ്ങ് കഴുകി മാറ്റി. രണ്ടാമത് ഇതിനകത്താണ് നമ്മൾ ഉപ്പിട്ട് വെക്കാറ്. അങ്ങനെ ഉപ്പിൻ്റെ ഭരണിയും അതുപോലെ പുളിയാണ് കേട്ടോ, അപ്പുറത്തിരിക്കുന്ന ഭരണിക്കകത്ത് പുളിയാണ്. അങ്ങനെ അതുമൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് വിചാരിക്കും ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുമ്പോൾ ചെറിയ ഭരണികൾ ഇരിക്കുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സൂപ്പർ കാണാൻ ഭംഗിയുള്ളത് കേട്ടോ. ഇൻഷാല്ലാ നമുക്കതൊക്കെ മേടിക്കണം. അടിഭാഗം കണ്ടില്ലേ, ഇതിനകത്ത് എന്തെങ്കിലും കരി പിടിച്ച പോലെ ഇരിക്കുന്നില്ലേ, അത് എത്ര കഴുകിയാലും പോകത്തില്ല കേട്ടോ. അതെന്തോ ഒരു അടയാളം പോലെ അങ്ങ് ആയിട്ടുണ്ട്. എങ്ങനെ കഴുകിയാലും അത് പോകത്തില്ല. അതെ, ഇതുപോലെ അങ്ങ് പറ്റിപ്പിടിച്ചിരിക്കും. ഞാൻ എത്ര പ്രാവശ്യം, എനിക്കൊരു തൃപ്തിയില്ലായിരുന്നു കേട്ടോ അടി കണ്ടുമ്പോഴത്തേക്കും. അതുപോലെ എങ്ങനെ കഴുകിയാലും അതങ്ങോട്ട് മായത്തുമില്ല, ഒന്ന് നല്ല വൃത്തിയായിട്ട് വരത്തില്ല കേട്ടോ. അത് അഴുക്കല്ല കേട്ടോ, പക്ഷെ അതെന്തോ അവിടെ ഒരു കറ പോലെ അങ്ങ് ആയതാണ്, ഇരുന്നിരുന്ന് അങ്ങനെ ആയിരിക്കാം. അങ്ങനെ 3 ഭരണി ഞാനത് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയ ജലദോഷമുണ്ട്, അതാണ് സൗണ്ടിന് കുറച്ച് മാറ്റം. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകി ഇതേ തുടച്ച് അങ്ങ് വെക്കുകയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിലെ ക്ലീനിങ് പരിപാടിയൊക്കെ എവിടെ വരെ എത്തി? തുടങ്ങിയില്ലയോ? അത് എന്നെ പോലെ മടി പിടിച്ചിരിക്കുവാണോ എന്നൊക്കെ ഉള്ളതൊന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ 3 ഭരണിയുടെയും സ്ഥാനം എവിടെയാണ്. ഇവന്മാർ 3 പേരും ഇവിടെ അങ്ങ് ഇരുന്നോളും മിണ്ടിയും പറഞ്ഞൊക്കെ. അപ്പം നമുക്കിനി അടുത്ത ജോലിയിലേക്ക് പോകാം. കപ്പയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 ദിവസം മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ബീഫിന് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ എടുത്തിട്ട് അങ്ങ് വരട്ടി വെക്കാനായിട്ട് പോകുവാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, സെറ്റായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇപ്പോൾ ഇത് നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. രാവിലെ കാപ്പിക്ക് കഴിക്കാൻ വേണ്ടി ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അതാണ് ഈ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നത് കേട്ടോ. ഗ്യാസ് അടുപ്പില്ലേ എന്ന് ചോദിച്ചവരെടുത്ത് ഗ്യാസ് അടുപ്പുണ്ട്. വിറകടുപ്പിൽ കൂടുതലും കത്തിക്കാൻ കാണുന്നതും അതിൽ പാചകം ചെയ്യുന്നതും കൂടുതൽ പേർക്ക് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനങ്ങനെ കൂടുതലും വിറകടുപ്പ് തന്നെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇതേ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവോള, 2 പച്ചമുളക്. അതിന് വേണ്ടിയില്ല, കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൊട്ടറ്റോയും കൂടെ, അതായത് ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞിട്ടിട്ട് വേണം നമുക്കിത് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻകറി നമുക്ക് വങ്കടയായിരുന്നു കേട്ടോ മീൻ. ഞാനത് കറി ആക്കി അടുപ്പിലോട്ടാക്കിയെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും സവോളയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. ലോങ് വീഡിയോ ഈ അടുത്ത സമയത്ത് ഇട്ടതൊക്കെ കുറേ പേര് കാണാൻ വേണ്ടിയുണ്ട്. ടൈം കിട്ടാഞ്ഞിട്ടാണോ നിങ്ങൾ റെക്കമെൻഡ് ചെയ്തിട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ലോ എന്നറിയത്തില്ല. കാരണം നമ്മൾ അപ്പം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം കുറച്ച് വ്യൂസ് കുറവുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ വിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ വരുന്നത്. എന്തായാലും മാക്സിമം ഒന്ന് കാണാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും ശ്രമിക്കണം കേട്ടോ. അങ്ങനെ കുക്കർ അടുപ്പിലോട്ട് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവയിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. ചില ആളുകൾ ഉലുവ ഇടാറില്ല എന്ന് പറഞ്ഞ്, ഞാൻ ഉലുവ ഇടാറുണ്ട് കേട്ടോ. ഉലുവ ഇടുമ്പോൾ ഒരു പ്രത്യേക മണമല്ലേ. അപ്പോൾ ഉലുവ ഇട്ടു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുഞ്ഞുള്ളി ഒക്കെ ഒന്ന് ചതച്ചതിട്ട് കൊടുത്തു, ഒന്ന് വഴറ്റി അതിലേക്ക് തക്കാളിയും സവോളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി മാറാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ വാടി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചേ ഉള്ളൂ എങ്കിലും ഞാൻ കുക്കറിലോട്ടങ്ങ് ആക്കിയതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഇട്ടു, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നമ്മൾ ഉള്ളി ചമ്മന്തി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ വാടി വന്നു. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഇറച്ചി തട്ടി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും നമുക്ക് വഴുതനങ്ങയും ഒക്കെ ഇടാം. ഞാൻ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ കണ്ടില്ലേ,
ആ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടി ഡ്രൈ ആക്കിയൊക്കെ എടുക്കാം. ഞാൻ അതിന് വേണ്ടി മുതിരുന്നില്ല, ഇങ്ങനെ അങ്ങ് എടുത്തു. കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കപ്പയൊക്കെ ഇവിടെ റെഡിയായി, മീൻകറി റെഡിയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. നമ്മൾ വറ്റൽ മുളകൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ട് അരയ്ക്കുന്ന ചമ്മന്തിയും കൂടെ അരച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.